ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇടിയാ ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടടാ. ആ തൽക്കാലം ചായ കുടിക്ക്. ഇന്നലത്തെ സംഭവം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണല്ലോ. ഇതൊക്കെ സത്യമാണോടാ? ഇന്നലത്തെ കാര്യം എനിക്കും എന്തോ പുകമയം പോലെ ഓർമ്മയുള്ളൂ. അപ്പൊ ഈ പ്രേതമൊക്കെ ഉണ്ടോ? പിന്നെ ഇന്നലെ ലേറ്റ് തനിയെ നടന്നു പോടാ. നീ അപ്പൊ അത് വിശ്വസിച്ചോ? പിന്നെ അല്ലാതെ പിന്നെ നേരിട്ട് കണ്ടിട്ടൊന്നും എനിക്ക് വിശ്വാസമില്ലടാ തിണ്ടി. എടാ അതൊരു രൂപം, ലൈറ്റ്, പിന്നെ തല്ല്. ഈ പ്രേതമൊക്കെ ഇങ്ങനെ തല്ലൂ? നീ നേരിട്ട് കണ്ടാലും കേട്ടാലും വിശ്വസിക്കേറിട്ടാ. ഇന്നലെ 10-15 മിനിറ്റാ ആ മുറിയിലിട്ട് ചവിട്ടി കൂട്ടിയത്. എന്നിട്ട് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ ഇവിടെ കിടന്നോ? എടാ അതല്ല. ഏതല്ല? ആ മാത്തിനും ഭവിയും പറഞ്ഞ് കേട്ടാ മതിയായിരുന്നു. എടാ ഇങ്ങനെ അടച്ചുപൂട്ടിയ വീടൊക്കെ ആകുമ്പോ ഇങ്ങനത്തെ ചെറിയ സിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നതാന്നേ. ചെറിയ സിമ്പിൾസ് ദേഹ ആസകലം ചതഞ്ഞെടുക്കാടാ. പിന്നെ ആ ബിബീഷ് വരാൻ വേണ്ടി നോക്കി നിൽക്കുന്നതാ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ സ്ഥലം വിട്ടേനെ. ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ? ഇന്നലെ മാത്തിനേക്കായും ഗംഭീരമായിട്ട് പേടിച്ചാരാ? അത് പിന്നെ ഒരു വലിയ രൂപം മുന്നിൽ കാണുമ്പോ പേടിച്ചുപോയി. മതി മതി മതി. നാളെ ആ ബിബീഷ് എപ്പോഴാ വന്നെ? അതിനെ ബിബീഷ് വിളിച്ചായിരുന്നു. അവൻ നേരിട്ട് കണ്ട് പറയാന്ന് പറഞ്ഞു. കർത്താവേ, മാത്തിന് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാ നാട് മൊത്തം നാറ്റിക്കും. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അവൻ തൽക്കാലം ഇത് അറിയണ്ട. മാത്ത